കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവർ തുടർന്നു, അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ ശ്രവിച്ചത്. തിരുവചന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അല്പസമയം നിങ്ങൾ എന്നെ കാണും, അല്പസമയത്തേക്ക് നിങ്ങൾ എന്നെ കാണുകയില്ല. ഇത് കുറേ പ്രാവശ്യം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഈശോ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്കും ഇതെന്താണ് ഈശോ ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് എന്താണ് ഈശോ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഗ്രഹിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. എല്ലാ കാര്യങ്ങളും, പറയുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചങ്ങോട്ട് ചോദിച്ചു, കർത്താവ് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തിരിച്ച് ചോദിക്കാനുള്ളൊരു മടി അവരുടെ ഉള്ളിലുള്ളപ്പോൾ അത് മനസ്സിലാക്കിയാണ് അത് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കുകയാണ് ഈശോ വചനഭാഗത്തിലൂടെ. അതിലൂടെ ഈശോ പറയുന്ന കാര്യം ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചുമൊക്കെയാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. അതായത് ഈശോ പീഡാനുഭവത്തിലൂടെ കുറച്ചു നേരം നിങ്ങളുടെ കൂടെ നിന്ന് മാറി നിൽക്കുകയും അതുപോലെ വീണ്ടും കർത്താവ് ഉദ്ധിതനായി നിങ്ങളുടെ കൂടെ കടന്നു വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ദുഃഖം മുഴുവനും സന്തോഷമായിട്ട് മാറുമെന്നുള്ള കാര്യമാണ് ഈശോ പറഞ്ഞു കൊടുക്കുക അവർക്ക്. ഈ ഒരു കാര്യം ഗ്രഹിക്കുവാനായിട്ട് അവരുടെ മനസ്സും അതുപോലെ ശരീരവും അത്രമാത്രം ഒരുങ്ങിയിരുന്നില്ല. ഈ ഒരു സത്യം എന്താണ് എന്ന് അവർ തിരിച്ചറിയുന്നത് ഉത്ഥാനത്തിന് ശേഷം യേശു ക്രിസ്തുവിനെ കാണുകയും അനുഭവിച്ചറിയുകയും ഒക്കെ ചെയ്തതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടെ അവരുടെ ജീവിതത്തിൽ ഈശോ പഠിപ്പിച്ച കാര്യങ്ങളും പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. അതുകൊണ്ട് 16-ാമത്തെ അധ്യായത്തിന് മുൻപുള്ള വചനഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമാണ്, സത്യാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവൻ നിങ്ങളെ നയിക്കും. ഈശോയെ അറിയുവാനും അനുഭവിക്കുവാനും അറിഞ്ഞ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനുമായിട്ടുള്ള ഒരു വലിയ കൃപ ശിഷ്യന്മാർക്ക് ലഭിച്ചത് അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അപ്രകാരമായിരുന്നു. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ. നമ്മൾ വായിച്ചു കണ്ട സുവിശേഷ ഭാഗത്ത് അപ്പസ്തോലന്മാർ അവരുടെ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം അന്ത്യോക്യയിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് കടന്നു പോവുകയാണ്. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് പൗലോസ്ലീഹ എന്തുമാത്രം തീക്ഷ്ണതയോടുകൂടെയാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത്. യേശു തന്നെയാണ് ക്രിസ്തു എന്നുള്ള കാര്യം വളരെ ശക്തമായിട്ട് ഒരു മടിയുമില്ലാതെ തൻ്റെ ജനത്തോട് പറയുമ്പോൾ ശക്തമായ എതിർപ്പുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു കോംപ്രമൈസും നടത്താതെ തൻ്റെ ആ ഒരു വലിയ ദൗത്യത്തിൽ മുന്നേറുന്ന പൗലോസ്ലീഹായെ കാണാം. ഒത്തിരിയേറെ എതിർപ്പുകളുണ്ടായിരുന്നു. ചിലർ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ സുവിശേഷം ഒന്നും സ്വീകരിക്കാത്ത പൗലോസ്ലീഹായെ അവഗണിച്ച് വിട്ടവരൊക്കെയുണ്ട്, സുവിശേഷത്തെ അവഗണിച്ചവരുണ്ട്. പക്ഷെ അവിടെ അവരുടെ ദൗത്യം മറന്നു പോകാതെ തങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിനെ ജീവിതം മുഴുവനും പ്രഘോഷിക്കുവാനായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അവരുടെ ജീവിതത്തിൽ തളർന്നു പോകാനും തകർന്നു പോകാനും സാധ്യതയുണ്ടായിരുന്ന നിമിഷങ്ങളിൽ അവർ ദൈവത്തോട് ചേർന്നിരിക്കാൻ പരിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ
പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്ത തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പന്തക്കുസ്ത തിരുനാളിനായിട്ട് ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വലിയ ജ്ഞാനത്തിൽ നമ്മൾ ഓരോരുത്തരും നിറയുകയും വീണ്ടും കൂടുതൽ തീക്ഷ്ണതയോടെ ക്രിസ്തുവിനെ അനുഭവിക്കുവാനും ക്രിസ്തു വചനത്തിലൂടെ ക്രിസ്തുവിനെ രുചിച്ചറിയുവാനും നമ്മൾ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും നമുക്ക് സാധിക്കും. അപ്രകാരം ഒരു വലിയ ജീവിത ശൈലിയിലേക്ക് നമ്മൾ വളരണമെന്നുള്ള കാര്യമാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതം സംഭവിക്കുന്നത് നമ്മൾ നിരാശയിലേക്ക് അല്ലെങ്കിൽ മനസ്സും അടുത്തു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ പലപ്പോഴും പോകാറുണ്ട്. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ഒക്കെ അവരെ ശക്തമായി തളർത്തിയ ഒരു അനുഭവമായിരുന്നു. അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല കർത്താവ് യേശു മിശിഹ ഇപ്രകാരം പീഡകൾ സഹിച്ച് കുരിശിൽ മരിക്കുമെന്ന്. അവർ വിചാരിച്ചിരുന്നത് ഈശോ ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഇസ്രായേലിനെ എല്ലാവിധ ഫോറിൻ അധികാരങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുന്നവനായിട്ടാണ് അവനെ കണക്കാക്കിയിരുന്നത്. അവനൊരു രാജാവാകുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അവരുടെ പ്രതീക്ഷകളൊക്കെ തകിടം മറിഞ്ഞ അവസ്ഥയായിരുന്നു പീഡാസഹനവും കുരിശുമരണവും. പക്ഷെ വീണ്ടും അവരുടെ പ്രതീക്ഷ അറ്റുപോയ നിമിഷങ്ങളിൽ ക്രിസ്തു വീണ്ടും കടന്നു വരികയാണ്, വീണ്ടും അവരെ ശക്തിപ്പെടുത്തുവാനായിട്ട്. നമുക്കറിയാം, ഉത്ഥാനം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ ആദിമ കത്തോലിക്ക സഭയിൽ ഒരു മടിയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ സ്വീകരിച്ച ഒരു വിശ്വാസ സത്യമാണ്. നമ്മളിന്ന് ഉത്ഥാന തിരുനാളിൻ്റെ ദിവസങ്ങളിൽ കല്ലറയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നതും ഈശോ മുകളിലേക്ക് ഉയർത്ത് പൊങ്ങിപ്പോകുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴും വളരെ ആഘോഷപൂർവ്വമായി കാണാറുണ്ട്. പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് കല്ലറ പൊളിയുന്നതും ഈശോ മുകളിലേക്ക് പൊങ്ങുന്നതുമല്ല, ആദിമസഭയിൽ എല്ലാ ക്രിസ്ത്യാനികളും ഒരുപോലെ അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ വിശ്വാസ സത്യമായിരുന്നു യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. മരണത്തെ ജയിച്ചടക്കി അവൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അനുഭവ സാക്ഷ്യമായിരുന്നു. ഈ അനുഭവ സാക്ഷ്യത്തിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തെ അവർ ക്രമീകരിക്കാൻ പരിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം പോലും ഒരു വലിയ സാക്ഷ്യമായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം സഹനങ്ങളിലൂടെ, സങ്കടങ്ങളുടെ നൊമ്പരങ്ങളിലൂടെയും അവഗണനകളിലൂടെയും ഒക്കെ കടന്നു പോയിട്ടും അവിടെ അടിപതറാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത് ക്രിസ്തുവിലുള്ള ആ ഒരു വലിയ ക്രിസ്തു അനുഭവത്തിൽ അവർ ജീവിച്ചത് കൊണ്ടാണ്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണ് എന്നുള്ള വലിയ തിരിച്ചറിവും അവനിൽ മാത്രമാണ് ഏകരക്ഷ എന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതം പോലും വലിയ ഒരു സാക്ഷ്യമായിട്ട് മാറുകയും നിരവധി അടയാളങ്ങളും അത്ഭുതം കൊണ്ട് അവരുടെ ജീവിതങ്ങൾ നിറയുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മൾ ദൈവത്തോട് ചേർന്ന് ക്രിസ്തുവിനെ അറിയുവാനും അനുഭവിക്കുവാനും തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും ഒരു വലിയ സാക്ഷ്യമായിട്ട് മാറും. നിരാശയിലേക്ക് വീണുപോകാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല, മറിച്ച് പ്രത്യാശയോടെ ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൽ അഭയം പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന ക്രിസ്ത്യാനികളായിട്ട് മാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടവരെയും പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ വലിയ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മൾ ഓരോരുത്തരും പൂരിതരാകുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കെടുക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.